നമസ്കാരം ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്നത് മാൾ ഓഫ് ട്രാവൻകൂറിലോട്ടാണ്. മാൾ ഓഫ് ട്രാവൻകൂറിൽ സിനിപോളിസിലോട്ടാണ് പോകുന്നത്. ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ അത്യാവശ്യം നല്ല സിനിമയാണെന്നൊക്കെ ഭയങ്കര റിപ്പോർട്ടൊക്കെ വന്നതുകൊണ്ട് എന്തായാലും ആ സിനിമ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോണതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ വലിയൊരു ഒരു ഒരു തിയേറ്ററിലൊക്കെ ചെന്ന് സിനിമ കാണുന്നൊരു വ്യക്തിയൊന്നുമല്ല. വളരെ റെയറായിട്ടേ സിനിമ കാണാൻ പോകാറുള്ളൂ. സോ ഇന്ന് നല്ലൊരു സിനിമയാണെന്ന് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു, അങ്ങനെ പോണതാണ്. അപ്പോൾ വഴി നീളെ ഈ ഇലക്ഷൻ്റെ പ്രചരണങ്ങളും കോലാഹലങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരുമാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിനിമയൊക്കെ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം എന്താണ്, എനിക്ക് എന്താണ് ആ സിനിമ കണ്ടിട്ട് തോന്നുന്നുള്ള അതിൻ്റെ ഒരു റിവ്യൂ പോലെ എന്തായാലും ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് നമ്മൾ എക്കോ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു മിനി വ്ളോഗായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ അതിനകത്ത് ഞാൻ റിവ്യൂ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയി. സത്യം പറഞ്ഞാൽ എക്കോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു പടമാണ്. അപ്പോൾ അതിപ്പോഴും തിയേറ്ററിലുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇതുവരെ പോയി കാണാത്തവർ തീർച്ചയായും തിയേറ്ററിലൊന്ന് പോയി കാണുക. അടിപൊളി ഒരു പടമാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിക്കുന്നത് പാളയമാണ്. സ്ഥിരം റൂട്ടാണ് നമ്മുടെ. അപ്പം പാളയത്തോടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഷോ ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അത്ഭുതപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് മൈ ഷോയിലാണ് ബുക്ക് ചെയ്തത്. ബുക്ക് ചെയ്തപ്പോഴത്തേക്കും വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ബുക്കഡ് ആയിട്ട് കണ്ടിട്ടുള്ളൂ. അത്യാവശ്യം ഒരുപാട് സീറ്റ് ബാക്കിയിടുണ്ട്. 10-20 സീറ്റ് മാത്രമേ ബുക്ക് കണ്ടിട്ടുള്ളൂ. അതെന്താണെന്നൊരു പിടിയില്ല. പക്ഷേ എന്തായാലും അത് 1 മണി ഷോ ആയതുകൊണ്ടായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും ഷോ കഴിഞ്ഞ് അടുത്ത് എന്തായാലും ഒരു വൈകുന്നേരമൊക്കെ ആവുമല്ലോ ആൾക്കാർ ജോലിയൊക്കെ. അതും ശനിയാഴ്ചയാണ്. വർക്കിംഗ് ഡേ, അത്യാവശ്യം വർക്കിംഗ് ഡേ തന്നെയാണ്. വീക്കെൻഡൊന്നും പറയാൻ പറ്റില്ല. സോ വൈകുന്നേരങ്ങളിലായിരിക്കും കൂടുതലും ബുക്കിംഗ് വരുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇത് കണ്ടത്. പക്ഷെ എന്തായാലും എനിക്ക് ഈ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പം കുറച്ചാൾ കണ്ടപ്പോഴേ എനിക്കൊരു സമാധാനമായി. കാര്യം വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തിരുന്ന് സിനിമ കാണാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി പാർക്കിങ്ങിലോട്ട് പാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് കയറുകയാണ്. അപ്പം സ്ക്രീൻ 5-ലാണ് നമ്മുടെ ഷോ ഉള്ളത്. അപ്പം നമ്മൾ സ്ക്രീൻ 5-ൽ എത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇനി സിനിമ കണ്ടിട്ട് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ സിനിമയ്ക്ക് മുമ്പ് നമ്മുടെ അവതാറിൻ്റെ 3ാമത്തെ പാർട്ടിൻ്റെ ട്രെയിലർ കണ്ടു കേട്ടോ, 19-ാം തീയതി. അപ്പോൾ അതും ഒരു ബക്കറ്റ് ലിസ്റ്റിലാക്കിയിട്ടുണ്ട് കാണണമെന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ നമുക്കിനി സിനിമ കണ്ടിട്ട് കാണാം. അപ്പോൾ നമസ്കാരം ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ സിനിമ കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സിനിമയെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഞാനൊരു ഫ്രീക്വൻ്റ് ആയിട്ടൊരു മൂവി കാണുന്നൊരു വ്യക്തിയല്ല. അപ്പോൾ തിയേറ്ററിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഫസ്റ്റ് ഡേയോ അല്ലെങ്കിൽ അല്ലാതെപ്പോഴോ പോയി കാണുന്നൊരു വ്യക്തിയല്ല. അത്യാവശ്യം നല്ല റിപ്പോർട്ടൊക്കെ വരുന്ന, നല്ല അഭിപ്രായങ്ങളൊക്കെ വരുന്ന സിനിമകളാണ് കൂടുതലും പോയി കാണാറുള്ളത്. പിന്നെ അത്യാവശ്യം ഒരു മോഹൻലാൽ ഫാനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മോഹൻലാൽ സിനിമകളിൽ അതും ഫ്രീക്വൻ്റായിട്ട് കാണാറില്ല. അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ആയിട്ട് വരുന്ന സിനിമകൾ പോയി കാണാറുണ്ട്. ഇപ്പോൾ എമ്പുരാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതിൽ ഏറ്റവും ലാസ്റ്റ് കണ്ടത് തുടരും, അതിനുശേഷം എക്കോ, പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ സിനിമ, അതായത് കാവൽ. അപ്പം അങ്ങനെയാണ് സിനിമ. അങ്ങനെ ഫ്രീക്വൻ്റായിട്ട് കാണാറുള്ളൊരു വ്യക്തിയല്ല. അപ്പം ഈ സിനിമ, അതായത് കാവൽ എന്ന് പറഞ്ഞ സിനിമ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വലിയൊരു ഫിലിം എന്തൂസിയാസ്റ്റ് എന്ന് പറയേണ്ട ഒരാളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സാങ്കേതിക വിഷയങ്ങളും കാര്യങ്ങളും സംസാരിക്കാനൊന്നും അറിയത്തില്ല. ഒരു ലേമാൻ, അതായത് ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ പോയി കണ്ടിട്ട് അഭിപ്രായം പറയുമല്ലോ, ആ ഒരു അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം 2 മണിക്കൂർ ഭയങ്കര നല്ല എൻഗേജിങ് ആയിട്ട് നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് കളങ്കാവൽ ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സിനിമയെന്ന് പറയുന്നത് ഒരു സ്ലോ പേസ് ആയിട്ടുള്ളൊരു പടമായിട്ട് എനിക്ക് തോന്നി. അതായത് സിനിമ പറഞ്ഞിരിക്കുന്നത് കുറച്ച് സ്ലോ ആയിട്ടാണ് സിനിമ പോകുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ സ്ലോ പേസിലുള്ള സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്ക് പലപ്പോഴും ലാഗ് ഫീൽ ചെയ്യാറുണ്ട്. അതായത് ചില നമ്മൾ കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബോറടിക്കാറുണ്ട്. പക്ഷേ ഈ കളങ്കാവൽ ഈ സിനിമ കുറച്ച് ലാഗായിട്ടാണ് പോകുന്നതെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് സ്ലോ പേസ് ആയിട്ട് പോകുന്നതെങ്കിലും നമുക്ക് അത് ഫീൽ ആവത്തില്ല. നമുക്കതൊരു അരോചകമായിട്ട് തോന്നത്തില്ല. നമ്മളത് രസിച്ചിരുന്ന് കാണും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നി. അതായത് ആ ഒരു ഫിലിം മേക്കിംഗ്, അതായത് നമ്മളിപ്പോൾ സൈനൈഡ് മോഹൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ലൈഫ് എന്നെ വെച്ചിട്ടാണ് ഈ സിനിമ എടുത്തേക്കുന്നത്. അപ്പോൾ സൈനൈഡ് മോഹൻ്റെ കഥ അറിയാവുന്ന ആൾക്കാർക്ക് ഈ സിനിമ മൊത്തത്തിൽ പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ്റർവെല്ലിന് ശേഷം അത്യാവശ്യം ഒരുപാട് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ, അതായത് അവരുടെ ഫിക്ഷൻ
ആയിട്ടുള്ള രീതിയിലൊക്കെ കൈന്നിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഈ സൈനൈഡ് മോൻ്റെ കഥ അറിയാമെന്നുള്ളവർക്കും പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് വരും. അതായത് ആഫ്റ്റർ നമ്മൾ ഒരു ഫസ്റ്റ് ഹാഫിന് ശേഷം ഫസ്റ്റ് ഹാഫ് വരെ നമ്മൾ ഏകദേശം നമുക്ക് അറിയാമെന്നുള്ള രീതിയൊക്കെ തന്നെ ഈ കഥ അറിയാമെന്നുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സിനിമ പോകുന്നത്. അതുപോലെ ഈ സിനിമ നടക്കുന്നത് 2009 കാലഘട്ടത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ എനിക്ക് തോന്നി. നല്ല ഭംഗിയുണ്ടായി, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ BGMs, ആ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പാട്ടുണ്ടല്ലോ നില കായും വെളിച്ചം, ആ ഒരു പാട്ട് അതൊക്കെ പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളവിടെ പിടിച്ചിരുന്നത്. സിനിമ നല്ല രീതിയിൽ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തുടക്കം മുതൽ അവസാനം വരെ എൻഗേജിങ് ആണ്. നമുക്കൊരിക്കലും ഇത് ലാഗാണ്, ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഈ ഒരു സീനിൻ്റെ ആവശ്യമുണ്ടോ എന്നൊന്നും നമുക്ക് തോന്നത്തില്ല. നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ വളരെ എൻഗേജിങ് ആയിട്ട് നോക്കിയിരുന്ന് കാണുന്ന ഒരു സിനിമയായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സ്ലോ പേസ് ആണെങ്കിലും നമുക്ക് ഭയങ്കര ത്രില്ലടിച്ച് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പം വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, അതായത് ക്യാമറ പൊസിഷൻ അങ്ങനെയുള്ള പരിപാടികളൊന്നും അറിയത്തില്ല. സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ സെറ്റാണ്. 2 മണിക്കൂർ നമുക്ക് ഫാമിലിയായിട്ട് പോയി നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് സിനിമ കാണാൻ പറ്റും. അപ്പോൾ അടുത്തുള്ള തിയേറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ പോയി തന്നെ കാണണം. നമുക്ക് OTTയോ അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇല്ലീഗലായിട്ടൊക്കെ എടുത്ത് കണ്ട് രസിക്കാൻ നമുക്ക് അത് വರ್ತല്ല. നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. തിയേറ്ററിൽ പോയി തന്നെ കാണണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാശ് മുടക്കുന്നതിനോ നമ്മുടെ ടൈം കളയുന്നതിനോ നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമല്ല. നല്ല വർത്തായിട്ടുള്ളൊരു സിനിമയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എക്കോയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എക്കോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാണുന്നത് കളങ്കാവിലാണ്. അപ്പോൾ ഈ വർഷം അവസാനം ആവാറായി. 3-4 സിനിമയെ കണ്ടിട്ടുള്ള എല്ലാം എനിക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ എക്കോ ആയിരുന്നാലും ഇപ്പോൾ കളങ്കാവിലായിരുന്നാലും നല്ല രീതി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞൊരു വ്ളോഗാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.